ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്നാക്കായിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. നല്ല ഹെൽത്തി ആയിട്ട് കുട്ടികൾക്കൊക്കെ ടിഫിനിൽ കൊടുത്തു വിടാനും അതേപോലെ തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അത് ചക്കരക്കിഴങ്ങ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ട് ടിക്കിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 ചക്കരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ് എടുത്തത്. അതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടിക്കോളും. ഇല്ലെങ്കിൽ ഒന്ന് സ്റ്റീം ചെയ്തെടുത്താലും മതി. ഇനി നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഫൈനായിട്ടൊന്ന് മാഷ് ചെയ്യണം. ഇനി നമുക്ക് അര സവോള എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക്, 4-5 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയൊക്കെ ഒരു ചോപ്പറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ചതച്ചെടുത്താലും മതി. അത് നമ്മൾ ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ അവിലാണ് ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ 2 ടേബിൾ സ്പൂൺ ഓട്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഒരു പിഞ്ച് ഗരം മസാലയും ഒരു പിഞ്ച് ചാട്ട് മസാലയും ചേർക്കാം. ചാട്ട് മസാല ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കടലമാവ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിൽ ആക്കി വെക്കുന്നുണ്ട്. വെള്ളം കൂടി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ അവിൽ ചേർത്ത് കൊടുത്താലും മതി, നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത പോലെ. ഇനി കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി വരുന്നത് നമുക്കൊരു പാത്രത്തിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ളത് മാത്രം നമുക്കിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മളൊരു തവ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടിക്കീസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ഭാഗം ആയതിനു ശേഷം നമുക്ക് ഓയിൽ എല്ലാ ഭാഗത്തും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് വീണ്ടും ഇതേപോലെ ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ട് നല്ല ക്രിസ്പി ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ടിക്കി ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ടിഫിനായിട്ടൊക്കെ നമുക്ക് കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഞാനിപ്പോൾ ഉണ്ടാക്കിയതിൽ കുറച്ച് മാത്രമേ ഇപ്പോൾ ഫ്രൈ ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കുക ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ആ തണുപ്പൊക്കെ മാറിയതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല സോഫ്റ്റാണ് ഉള്ളിൽ. പുറമേ ഒരു ക്രിസ്പിനെസ് ഉണ്ടെങ്കിൽ കൂടി ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടാണ് കിടക്കുന്നത്. പിന്നെ ആ സ്വീറ്റ് പൊട്ടാറ്റോയുടെ ആ ഒരു ലൈറ്റ് സ്വീറ്റ് ടേസ്റ്റും എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും. നോർമലി സ്വീറ്റ് പൊട്ടാറ്റോ അതേപോലെ കഴിക്കാത്ത കുട്ടികൾക്ക്, പുഴുങ്ങിയിട്ടൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഈ ഒരു രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും കഴിക്കും. സ്വീറ്റ് പൊട്ടാറ്റോസിൽ ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയതുകൊണ്ട് തന്നെ അത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നല്ലതാണ്. എസ്പെഷ്യലി ഡയബറ്റിക്സ് ഉള്ളവർക്കൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് കൂടി അറിയിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.